പുതിയൊരു വീഡിയോയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് ലെഫ്റ്റ് ഏതോ പാർട്ടെന്ന് പറയുന്നില്ല, കാരണം പത്താമത്തെ പാർട്ടായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. പാർട്ട് 10 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അയൺ ആർമർ തന്നെയാണ്, ഡയമണ്ട് ആർമറൊക്കെ ആവണം. അതിന് മുമ്പേ ഞാൻ എൻചാൻറ്റ് ചെയ്യാൻ ഇവിടെ നമ്മളെ വില്ലേജ് ട്രേഡിങ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വില്ലേജുകളുള്ളൂ, എന്നാലും അത്യാവശ്യം നമ്പർ കൊണ്ട് ഒതുക്കി പോകുന്നുണ്ട്. അപ്പം നേരെ ഡീലൊക്കെ നമുക്ക് നേരെ വീഡിയോക്ക് പോവാ. ഓക്കെ ഗൈസ്, ട്രേഡിങ് ചെയ്തു. ഇപ്പം ഇവന്മാരുടെ ഇതൊക്കെ തുറന്നിട്ടേ, അല്ലെങ്കിൽ നേരത്തെ ഒരു സോംബി ഒന്നും ഇങ്ങോട്ട് കയറി. ഞാൻ പെട്ടെന്ന് ഇവന്മാരിങ്ങനെ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവന്മാരിങ്ങനെയൊന്നും ഇങ്ങനെ നോക്കിയിരിക്കുക, ഓർക്ക് അടിക്കാൻ പറ്റില്ല സോംബിയിലൊന്നും. പെട്ടെന്ന് ഞാൻ അത് അടച്ചു വെച്ചാലും ചിലപ്പോൾ അടച്ചാലും വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇവനോട് ഞാനില്ല, പക്ഷെ ഇവനിൽ നിന്ന് കുറേ ഇത് മേടിച്ചിട്ടുണ്ട്, കുറേ ആയണോണ്ടൊക്കെ കൊടുത്തിരുന്നു ഇവൻ. അതുകൊണ്ട് തന്നെ നമുക്ക് 22 XP ഒക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത അത്ര സാധനങ്ങൾ അൺലോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയും അൺലോക്കാക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ടൂൾ സ്മിത്ത് നമുക്ക് എൻചാൻറ്റ് ചെയ്ത് നോക്കാം. നേരെ എൻചാൻറ്റ് നോക്കിയില്ല, അൺബ്രേക്ക്. പിന്നെ ഒരു ഡയമണ്ട് ഷവലും ഡയമണ്ട് പിക്കാസും കിട്ടി. അത് 2-3 മേടിച്ച്, പക്ഷേ അപ്പം സെറ്റായില്ല. ഡയമണ്ട് എടുത്ത് എമറാൾഡ് മേടിക്കുക, എനിക്കിവിടെ ഡയമണ്ട് തന്നെ കിട്ടുന്നില്ല. എമറാൾഡ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പീസ് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മലേൻ്റെ അടുത്തുള്ള എമറാൾഡൊക്കെ കാണുക. അടുത്ത രണ്ടാമത്തെ ടൂൾ സ്മിത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഷവൽ വിൽക്കുന്നുണ്ട്. 4 എമറാൾഡിന് ഷവൽ വിൽക്കുന്നുണ്ട്. എനിക്ക് എമറാൾഡ് ഒപ്പിക്കണം. എമറാൾഡ് ഒപ്പിക്കാൻ എന്താ ചെയ്യുക, ഇവനോട് ട്രേഡ് ചെയ്ത് നോക്കും. ഇവൻ്റെ നമുക്ക് 24 പേപ്പർ കൊടുത്ത ഒരു ഇത് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ എമറാൾഡ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇപ്പം അത് ഓഫാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത് മാപ്പ് ഉണ്ട്. ആ മാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ സാധനമൊക്കെ ഒന്ന് പോയി നോക്കാം. എന്തിൻ്റെ മാപ്പാണെന്ന് അറിയില്ല, എന്തിൻ്റെയോ മാപ്പാണ്. ഞാൻ നേരെ കിട്ടിയ സാധനങ്ങളെയും പിന്നെ ഇത് കത്തിയോടെ കത്തിരിക്കട്ടെ. വന്ന് തീർത്തുണ്ട് എളുപ്പ. വേഗം പോയി കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അവളെ ഞാൻ സെറ്റാക്കി. ഇന്നലെ തന്നെ കാണിച്ചിരുന്നു. പിങ്ങും കാണുമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ബിൽഡത്. നമ്മളത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫുഡ് കുറേ കുക്കി കിട്ടി. പിന്നെ ഇതൊക്കെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, ഇത് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത് നമ്മൾ ഹങ്കർ ബാർ പറയട്ടെ, എന്നിട്ട് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ കിട്ടി. ഇപ്പോൾ ചെറുതായിട്ട് ഡയമണ്ട് ആർമറൊന്നും കിട്ടിയില്ല. ഞാൻ 3 ഡയമണ്ടിൻ്റെ അൺബ്രേക്കിംഗ് 1 എഫിഷ്യൻസി 1 ഉള്ള ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അൺബ്രേക്കിംഗ് 2ൻ്റെ ഒരു ഷവലുണ്ട്. അയണിൻ്റെ അൺബ്രേക്കിംഗ് 2ഉം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയത്. ഇത്രയൊന്നും വേണ്ട കാര്യമില്ല, ഡയമണ്ടാണ് കിട്ടിയുള്ളൂ. അപ്പോൾ ഡയമണ്ട് ആർമറൊക്കെ പെട്ടെന്ന് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ടൂൾ സ്മിത്ത് നല്ലത് താടും. അപ്പോൾ നമ്മൾ ഇന്ന് എനിക്ക് ഫുഡ് വേണം. ഫുഡ് അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് കഴിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു
ഒരു കൗ ഫാർം ഉണ്ടാക്കാൻ പോവാണ്. കൗ ഫാർം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കിട്ടാനാണ് കൗ ഫാർം. അതൊന്നുമില്ല, കുറേ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മളുടെ ഇതൊക്കെ ഉണ്ടാക്കൂലേ, ഗോൾഡൻ ക്യാരറ്റ് കൊണ്ട് നോക്കിക്കോളാം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഇതാണ്. പിന്നെ ഞാൻ കുറേ ഇതൊക്കെ മേടിച്ചിരുന്നു, എന്നല്ലേ ബെല്ലും 11 മേടിച്ച്, വെറുതെ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ 2 ചെസ്റ്റ് വേണം ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ 2 വാട്ടർ ബക്കറ്റ് വേണം, 1 ലാവ ബക്കറ്റ് വേണം, 1 സ്റ്റാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് എടുക്കാം, പക്ഷെ വുഡ് മാത്രം എടുക്കരുത്. പിന്നെ നമുക്ക് 2 ഹോപ്പർ വേണം. പിന്നെ നമുക്ക് 1 ഡിസ്പെൻസർ വേണം. തൊപ്പിക്കാൻ നല്ല പാട് കിട്ടി ഞാൻ. പിന്നെ നമുക്ക് 6 ഗ്ലാസ് വേണം. നമുക്ക് 1 സിഗ്നേച്ചർ ബോർഡും വേണം, 4 ഫെൻസും വേണം. 4 സിഗ്നേച്ചർ ബോർഡ് ഇട്ടാൽ പിന്നെ 4 ഫെൻസും വേണം, 1 ലിവറും വേണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പം നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുകളിൽ 2 പശുക്കളെ കെട്ടി ചിലതൊക്കെ പുറത്തേക്ക് പോയി, അത് കെട്ടാനൊരു പണി. പിന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഞാൻ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഡിസ്പെൻസർ വെച്ചുള്ള കുറേ പശു ഞാൻ ബ്രീഡ് ചെയ്ത് അങ്ങോട്ട് പോവും. എൻ്റെ വീറ്റ് ഫാർമിൽ നിന്ന് വീറ്റ് എടുക്കും, ഇങ്ങോട്ട് വരും. ആണ് എൻ്റെ പണി. കുറേ നേരം അങ്ങനെ ചെയ്തപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീറ്റെടുക്കാൻ പാടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മളുടെ പോയി എങ്ങനെയും ട്രേഡിങ് ഹാളിക്ക് പോയിട്ട് അവിടുന്ന് മറ്റേ ഞാൻ മേടിച്ചിരുന്നു. അപ്പം അതെന്താന്ന് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോ അധികം കണ്ടില്ല, അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ഓഫ് ഡേ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലെതറൊക്കെ കിട്ടിയിട്ടുണ്ട്. കുക്കിയുടെ കഴിക്കുമ്പോൾ കുറേ നേരം ഭക്ഷണം നിൽക്കും. ഇതിൻ്റെ ഇപ്പോൾ 2 ഹെൽത്ത് കുറവാട്ടെ. ഇങ്ങോക്ക് ഒറ്റയടിക്ക് കയറി അല്ലേ ആണ്. ഇടയ്ക്ക് ഒന്നിങ്ങനെ ബ്രീഡ് ചെയ്യണമെങ്കിൽ അത് കുഴപ്പമില്ല, ബ്രീഡ് ചെയ്യുക. നമ്മളിതിൽ ഒരു ഇപ്പം വന്നിട്ടുണ്ട്, പച്ചനെ കൊല്ലണം. അല്ലെങ്കിൽ അവിടെ വെറുതെ നിർത്താം. കുറച്ച് പാടായിരുന്നു ഈ വില്ലേജേഴ്സിനെ പിടിക്കാൻ. ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ പറയാൻ കിട്ടില്ല. ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ ഓനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.